അപ്പൊ ഇന്ന് നമ്മൾ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തിടാൻ പറ്റിയ ഒരു അടിപൊളി മഷ്റൂം ഫ്രൈഡ് റൈസിന്റെ റെസിപ്പിയാണ് ചെയ്യാൻ പോണത്. ചിക്കൻ്റെ അതേപോലെ ഇരിക്കണ ഓയിസ്റ്റർ മഷ്റൂം വെച്ചിട്ടാണ് ഞാൻ ഈ റെസിപ്പി ചെയ്യണത്. ലെറ്റ്സ് ഗോ. ഞാനിവിടെ 150 ഗ്രാം ഓയിസ്റ്റർ മഷ്റൂം ഈ ഒരു വലിപ്പത്തിൽ നീളത്തിൽ അരിഞ്ഞിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ വലിപ്പത്തിലുള്ള ക്യാരറ്റ് ഒന്ന് പീൽ ചെയ്ത് അതിന്റെ പകുതി എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഡൈസ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം 50 ഗ്രാം ഉണ്ടാവും. ഈ ഞാൻ കയ്യിലുണ്ടായിരുന്ന ലാപ്പ ക്യാബേജിന്റെ 2 ലീഫ് എടുത്തിട്ട് ഒന്ന് ഡൈസ് ചെയ്തെടുക്കുന്നുണ്ട്. സാധാ ക്യാബേജ് ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അതുപോലെ 50 ഗ്രാം ബീൻസ് എടുത്തിട്ട് ഞാൻ ഇതേപോലെ കുനുകുനായിട്ട് അരിഞ്ഞ് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. 3 ഗ്രീൻ ഓണിയൻ അതിന്റെ തണ്ട് വെട്ടി കളഞ്ഞിട്ട് വൈറ്റ് പാർട്ട് ഇതേപോലെ ഡയഗണലി ഡൈസ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഗ്രീൻ പാർട്ട് നല്ല ഫൈൻ ആയിട്ട് ഡൈസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ഗാർണിഷിനാണ്. പിന്നെ ഈ അളവിൽ കുറച്ച് റെഡ് ഓണിയൻ നല്ല ഫൈൻ ആയിട്ട് ഡൈസ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി 3 വെളുത്തുള്ളിയുടെ അല്ലി തൊലിയൊക്കെ കളഞ്ഞ് കല്ലിലേക്ക് ഇട്ട് കൊടുക്കുക. 2 പച്ചമുളക് ഇട്ടിട്ട് കല്ലിലിട്ട് ചതച്ചിട്ട് ഈ ഒരു പരുവത്തിലാക്കി എടുക്കുക കേട്ടോ. ഇനി ഒരു വോക്കിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചിട്ട് 3 മുട്ട ഒന്ന് ചിക്കി പൊരിച്ചെടുക്കുക കേട്ടോ. ഒരു ഒത്തന്റിക് ഫ്രൈഡ് റൈസ് റെസിപ്പിയിലാണെങ്കിൽ ന്യൂട്രൽ ആയിട്ടുള്ള ഓയിൽ ആയിരിക്കും കേട്ടോ യൂസ് ചെയ്യുന്നത്. ഞാൻ പിന്നെ സീഡ് ഓയിലൊക്കെ കംപ്ലീറ്റ് ഒഴിവാക്കിയതുകൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. പിന്നെ ചിക്കി പൊരിക്കുമ്പോൾ മുട്ടയിൽ ഉപ്പും കുരുമുളക് ഇട്ട് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പൊ ഈ ഒരു പരിപാടി കഴിയുമ്പോൾ മുട്ട മാറ്റി വെച്ചിട്ട് അതേ വോക്കിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചാൽ ഓയിസ്റ്റർ മഷ്റൂം ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് ഉപ്പും കുരുമുളകും ചേർത്തിട്ട് കറക്റ്റ് 20 സെക്കൻഡ് ഹൈ ഹീറ്റിൽ കുക്ക് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. അതേ വോക്കിൽ 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ച് അരിഞ്ഞത് സവാള പച്ചമുളക് വെളുത്തുള്ളി ചേർത്തിട്ട് 10 സെക്കൻഡ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ നേരത്തെ അരിഞ്ഞ വെച്ച വെജീസ് ഒക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒരു 30 സെക്കൻഡ് ഹൈ ഹീറ്റിൽ ഒന്ന് സ്റ്റിർ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ MSG ഇട്ടിട്ട് നല്ലോണം സ്റ്റിർ ഫ്രൈ ചെയ്തിട്ട് 2 കപ്പ് കുക്ക് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച റൈസ് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്ത് ഒന്ന് സ്റ്റിർ ഫ്രൈ ചെയ്തെടുക്കാമേ. ഇതിലേക്ക് ആ മുട്ട മഷ്റൂം ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് ഗ്രീൻ ഓണിയനും കൂടി ഇട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മഷ്റൂം ഫ്രൈഡ് റൈസ് റെഡി. ഇതിന്റെ കൂടെ ഒരു സൈഡ് കറി വേണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. സംഭവം വെറുതെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റ് ആണ്. സെറ്റ്. ഈ ചിക്കനൊക്കെ ഇങ്ങനെ പിച്ചി പിച്ചിട്ടേക്കാൻ പോലെ കേട്ടോ. അടിപൊളി മഷ്റൂം നോക്കിയേ. കുറച്ച് ആ മഷ്റൂമും ചോറും കൂടെ ഇങ്ങനെ കൂട്ടണം കേട്ടോ. സെറ്റ്. അടിപൊളി കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോഴേ കുറെ കെച്ചപ്പും ചില്ലി സോസ് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ വെജീസിന്റെയും ഫ്ലേവർ നമുക്ക് കിട്ടൂല കേട്ടോ. എന്നാലും സംഭവം അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു ഫ്രൈഡ് റൈസ് നിങ്ങളുടെ പാർട്ട്ണർക്ക് ഉണ്ടാക്കി കൊടുത്തു നോക്ക്. അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പൊ പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ ശരി.